ക്വസ്റ്റ്യൻ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായി വായിച്ചു നോക്കുക. നമ്മുടെ കയ്യിൽ ഒരു വീലുണ്ട്. ആ വീലിനകത്തൊരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഫിഗറിൽ വരുന്ന മാറ്റമാണ് ഞാനിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. പകുതി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ മക്കളെ സംഭവിക്കുന്നത്, ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എവിടെ എത്തുന്നു, പി ഡാഷിലെത്തുന്നു. അപ്പോൾ ഈ പി ഡാഷ് ആണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടാ, ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പകുതി ദൂരമാണ് മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. ഫുൾ സർക്കംഫറൻസ് 2πr ആണ്. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ πr ആണ്. അപ്പോൾ എന്തുമാത്രം ദൂരം ഈ വീല് മുന്നോട്ട് നീങ്ങുന്നു, πr ഡിസ്റ്റൻസ് ആണ് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു, πr ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം ഡയമീറ്റർ ആണ് 2r എന്ന് പറയുന്നത്. എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. പി ഡാഷ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു നമുക്ക് നോക്കാം എന്താ മക്കളെ, ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം πr² പ്ലസ് 2r ദ ഹോൾ സ്ക്വയർ ആണ്. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. r² നമുക്ക് റൂട്ട് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് 6 എന്ന് കിട്ടുകയും അതേപോലെ തന്നെ πr ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് π² എന്ന് എഴുതാം. അതേപോലെ തന്നെ r²2² നമുക്ക് 4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് r ഇൻറ്റു റൂട്ട് ഓഫ് π² പ്ലസ് 4. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.